അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. റബ്ബിശ്റഹ് ലീ സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള സഹോദരിമാരെ, ഷിഫ ഖുർആൻ തഫ്സീർ ക്ലാസിൻ്റെ 7ാമത്തെ ദിവസത്തിലാണ് അൽഹംദുലില്ലാ നമ്മളുള്ളത്. ഇന്ന് സൂറത്തുൽ മുൽക്കിലെ 7ാമത്തെ വചനമാണ് നമ്മൾ പഠിക്കുന്നത്. ഇദാ ഉൽഖു ഫീഹ സമിഉ ലഹ ഷഹീഖൻ വഹിയ തഫൂർ. എന്താണ് ഈ വചനത്തിൽ പറയുന്നത്? ഇദാ ഉൽഖു ഫീഹ സമിഉ ലഹ ഷഹീഖൻ വഹിയ തഫൂർ. ഇദാ ഉൽഖു, അൽഖ എന്ന് പറഞ്ഞാൽ ഇട്ടു എന്നാണ് അർത്ഥം. ഇദാ ഉൽഖു, അവർ ഇടപെട്ടാൽ അല്ലെങ്കിൽ എറിയപ്പെട്ടാൽ, ഫീഹ അതിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നരകത്തിലാണ്. അഥവാ ഈ ആയത്തിൻ്റെ തൊട്ടു മുമ്പിലുള്ള ആയത്തിൽ നരകാവകാശികളായ ആളുകളെക്കുറിച്ചാണ് റഹ്മാനായ റബ്ബ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് തുടർന്ന് പരാമർശിക്കുകയാണ്. നരകത്തിൽ, അതിൽ എന്ന് പറഞ്ഞാൽ നരകത്തിൽ, അതിൽ അവർ എറിയപ്പെട്ടാൽ സമിഉ, അവർ കേൾക്കും, ലഹ അതിനുണ്ടെന്ന് പറഞ്ഞാൽ നരകത്തിനുണ്ട്, ഷഹീഖൻ ഒരു ഗർജനമുണ്ട്, വല്ലാത്തൊരു ശബ്ദം നരകത്തിനുണ്ട് എന്നതാണ്. ആ ശബ്ദം അവർക്ക് കേൾക്കാൻ സാധിക്കും. എങ്ങനെയാണത് ശബ്ദമുണ്ടാക്കുന്നത്? വഹിയ തഫൂർ, ഇളകി മറിഞ്ഞുകൊണ്ടാണ്, തിളച്ചു മറിഞ്ഞുകൊണ്ടാണ്. വല്ലാത്ത ചൂടാണ് അതിനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ നരകത്തിൻ്റെ ഭയാനകത വിശദീകരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഅ്താ ബി ജഹന്നമ യൗമ ഇദിൻ. നാളെ പരലോകത്ത് നരകത്തെ കൊണ്ടുവരപ്പെടും. എങ്ങനെ? ലഹാ സബ്ഊന അൽഫ സിമാം, അതിന് 70,000 ചെങ്ങലകളിലായിട്ടാണ് നരകത്തെ കൊണ്ടുവരുന്നത്. മഅ കുല്ലി സിമാമിൻ സബ്ഊന അൽഫ മലക്കിൻ യജറൂനഹ, ഓരോ ചെങ്ങലയിലും 70,000 മലക്കുകൾ ഉണ്ടാകും. അപ്പോൾ 70,000 ഇൻറ്റു 70,000, അത്രയും ഒരു വലിയ മലക്കുകളുടെ വ്യൂഹം. ശരിക്കും ഒരു മലക്ക് എന്ന് പറഞ്ഞാൽ തന്നെ വലിയ രൂപമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു മലക്കിന് വലിയ രൂപത്തിലാണ് ഓരോ മലക്കിനെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ഇപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വലുപ്പത്തെക്കുറിച്ച് ഹദീസുകളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരിക്കൽ ജിബ്രീലിനെ ഞാൻ കണ്ടു. ആകാശം മുട്ടി നിൽക്കെ ചിറകുകൾ വിടർത്തി നിൽക്കുന്ന രീതിയിൽ ജിബ്രീലിനെ ഞാൻ കണ്ടുവെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും ഭീകരരൂപമുള്ള സൃഷ്ടികളാണ് യഥാർത്ഥത്തിൽ മലക്കുകൾ. ആ മലക്കുകൾ തന്നെ ഓരോ നരകത്തിൻ്റെ ചെങ്ങലയിലും 70,000 മലക്കുകളുണ്ട്. അങ്ങനെയുള്ള 70,000 ചെങ്ങലകളിൽ വലിച്ചുകൊണ്ടാണ് നരകത്തെ കൊണ്ടുവരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അതിൻ്റെ ഭയാനകത എത്രയാണ്, അതിൻ്റെ ഭീകരത എത്രയാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, അതിലൊന്നും ഒരിക്കൽ പോലും ഞാൻ അകപ്പെടാൻ പാടില്ല എന്ന ഒരു ചിന്തയാകണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം, അതിൽ അഥവാ നരകത്തിൽ അവർ എറിയപ്പെട്ടാൽ അത് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കെ അതിൻ്റെ ഭയാനകരമായ ഒരു ഗർജനം അവർ കേൾക്കുന്നതാണ്. ഈ ആയത്ത് നമുക്കുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠമെന്താണ്? നമ്മൾ സഹോദരിമാരാണ്. നമ്മൾ വീട്ടിൽ പലപ്പോഴും അടുക്കളയിൽ വെച്ച് പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാറുണ്ട്, അല്ലേ? നമ്മൾ അതിൻ്റെ പാല് തിളപ്പിക്കാറുണ്ട്, കറി തിളപ്പിക്കാറുണ്ട്. പലപ്പോഴും അത് തിളപ്പിക്കുമ്പോൾ അതിലൊന്ന് കൈ തട്ടിയാൽ വരെ എത്ര ബേജാറോടുകൂടെ വേദനയോടുകൂടെ പെട്ടെന്ന് നമ്മൾ പുറകോട്ട് വലിക്കും. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ ആലോചിക്കുക, ദുനിയാവിലെ തീ കൊണ്ട് ചൂടാക്കിയ ഒരു പാത്രം പോലും തൊടാൻ നമുക്ക് പേടിയുണ്ട് എങ്കിൽ, അതുപോലും നമുക്ക് സഹിക്കാൻ പറ്റാത്തതാണ് എങ്കിൽ, ഇവിടുത്തെ തീയിനേക്കാൾ 69 ഇരട്ടി ചൂടുണ്ട് എന്ന് പറഞ്ഞ നരകത്തിലെ തീയിനെ
എങ്ങനെയാണ് നമുക്ക് സ്പർശിക്കാൻ കഴിയുക? എങ്ങനെയാണ് നമുക്കതിലേക്ക് അടുക്കാൻ കഴിയുക? അതുകൊണ്ട് ആ നരകത്തിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനത്തിൽ ഞാൻ ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അനാവശ്യമായി സോഷ്യൽ മീഡിയയിൽ ഹറാമുകൾ കണ്ട് നമ്മൾ സമയം ചെലവഴിക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കുക. അയൽവാസിയെക്കുറിച്ച്, മറ്റുള്ളവരെക്കുറിച്ച് ഗീബത്ത് പറഞ്ഞ് പരദൂഷണം നമ്മൾ പറയുന്നുണ്ടോ? നമ്മൾ ആലോചിക്കുക. നിസ്കാരം അലസമായി മടിയായി നമ്മൾ ഒഴിവാക്കുന്നുണ്ടോ? അല്ലെങ്കിൽ വൈകി നിസ്കരിക്കുന്ന അവസ്ഥയാണോ നമുക്കുള്ളത്? വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുക. അങ്ങനെയുള്ള തിന്മകളിലൂടെയാണോ നമ്മൾ പോകുന്നത്? തിന്മകളിലൂടെ പോകുമ്പോൾ തീർച്ചയായും ആ നരകം നമുക്ക് വേണ്ടി അലറാൻ കാത്തിരിക്കുകയാണ് എന്ന ബേജാറാകണം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. എങ്ങനെയാണ് ഇത് ആക്ഷൻ സ്റ്റെപ്പാക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത് എങ്ങനെയാണ്? പ്രിയപ്പെട്ട സഹോദരിമാരെ, ആ നരകത്തിൽ നമ്മളെത്തപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്ത പാപങ്ങളിൽ നിന്ന് മനസ്സറിഞ്ഞ് നമ്മൾ അള്ളാഹിനോട് തൗബ ചെയ്യണം. അള്ളാഹുവേ, പുറത്തു തരണേ റബ്ബേ. അള്ളാഹുവേ, നീ പുറത്തു തന്നില്ലെങ്കിൽ എനിക്കാരാണ് പുറത്തു തരാനുള്ളത്? ആ ഒരു സങ്കടത്തോടെയുള്ള, വേദനയോടുകൂടെയുള്ള, നിറകണ്ണുകളോടെയുള്ള ഒരു പ്രാർത്ഥന ആകാശങ്ങളിൽ നിന്ന് ഈ പരിശുദ്ധ റമളാനിൽ ഉയരട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആലയോട് തൗബ ചെയ്യുക, അള്ളാഹിനോട് പറയാം. നമ്മളുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളിൽ നിന്ന് മനസ്സറിഞ്ഞ് പശ്ചാത്തപിച്ചു മടങ്ങുക. അള്ളാഹു സുബ്ഹാനഹു തആല അതിന് നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നരകത്തിൻ്റെ കത്തിജ്വലിക്കുന്ന ആ ശിക്ഷയിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്തി സ്വർഗം നൽകുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ റഹ്മാനായ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജസാക്കുമുല്ലാഹ് ഖൈർ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.